We shall now discuss about dimensions of a physical quantity. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിക്കാം. ഡയമെൻഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ നമുക്ക് മറ്റെല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഏത് പവറിലേക്ക് റേസ് ചെയ്താലാണ് ആ ഒരു പർട്ടിക്കുലർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുക, അതിനെയാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സപ്പോസ് വി ആർ ടേക്കിംഗ് ദ ക്വാണ്ടിറ്റി സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലേ. ഡിസ്റ്റൻസ് എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ടൈം ഈസ് ഓൾസോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇനി ഡിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയമെൻഷൻ L ആണ്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ഡയമെൻഷൻ ഓഫ് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ഈസ് L. ഇനി ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ടാണ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ താഴെ T എന്ന് പറഞ്ഞാൽ T⁻1 അല്ലേ. അതിനെ നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ we can write it as LT⁻1. So the dimensional formula of speed is LT⁻1. അപ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡയമെൻഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ഓർ ദി എക്സ്പോണൻസ് ടു വിച്ച് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് must be raised in order to represent that quantity. ആ ക്വാണ്ടിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഏത് പവറിലേക്ക് റേസ് ചെയ്യണം, അതിന് ആ പവേഴ്സിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ദ ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈസ് 1 in length and -1 in time എന്ന് പറയാം. അപ്പോൾ ലെങ്ത്തും നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ ആർ 7 ഡയമെൻഷൻസ്. ഇൻ ദ ഫിസിക്കൽ വേൾഡ് ദർ ആർ 7 ഡയമെൻഷൻസ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഈസ് L. പിന്നെ ടൈമിൻ്റെ ഡയമെൻഷൻ ഇറ്റ് ഈസ് T, ക്യാപിറ്റൽ T. മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ M. പിന്നെ ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ A കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ക്യാപിറ്റൽ K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നുള്ളത് മോളാണ്. യൂണിറ്റ് നമുക്ക് SI യൂണിറ്റ് മോള് തന്നെയാണ്. അത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡയമെൻഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഡയമെൻഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വി ആർ യൂസിങ് അതിൻ്റെ SI യൂണിറ്റ് കാൻഡല എന്നുള്ളതിനെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നു. അപ്പോൾ ദീസ് ആർ ദ 7 ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ്. LT, M, AK, മോൾ ആൻഡ് CD. ഇനി നമ്മളിതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ MLT ആണ്. മാസ് ലെങ്ത് ടൈമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ പല ക്വാണ്ടിറ്റീസ് എഴുതിയിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതാം. ഇപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡ് നമ്മൾ എഴുതി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ. അപ്പോൾ ആദ്യം അതിൻ്റെ ഫോർമുല എഴുതി നോക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഏരിയ ഈ സ്ക്വയർ ബ്രാക്കറ്റ് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് എന്നാണ് അർത്ഥം. ലെങ്ത്തിനെ നമ്മൾ ക്യാപിറ്റൽ L കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ബ്രെഡ്ത്ത് പറഞ്ഞാൽ അതും ഒരു ലെങ്ത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് എന്തായി L². അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഏരിയ ഈസ് 2 in length എന്ന് വേർഡ്സിൽ പറയാം. വോളിയം ആണെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വോളിയം എന്ന് പറയുന്നത് 3 പ്രാവശ്യം L ഇടണം അല്ലേ. L × L ദാറ്റ് ഈസ് L³. സോ ദ ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് 3 in length. അതിൽ 0 in mass, 0 in time അല്ലേ. മാസും ടൈമൊന്നും അതിൽ വരുന്നില്ല, ലെങ്ത് മാത്രമാണ് വരുന്നുള്ളൂ. ഇനി ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് L³ ആണ്. M/L³. ആ താഴെയുള്ള പവർ മുകളിലേക്ക് വരുമ്പോൾ അത് മൈനസ് ആവും അല്ലേ.
അപ്പോൾ എം മുകളിലേക്ക് എൽ ക്യൂബ് എന്നുള്ളതിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എൽ റേസ് ടു -3. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എം എൽ റേസ് ടു -3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു ഇക്വേഷനായി അല്ലേ. ഒരു ഭാഗത്ത് ആ ക്വാണ്ടിറ്റിയും പിന്നെ ഈക്വൽ ടു മറ്റേ സൈഡിൽ ഡയമെൻഷനും ആയാൽ നമുക്ക് പറയാം ദിസ് ഈസ് ദ ഡയമെൻഷൻ ഇക്വേഷൻ ഓഫ് ഡെൻസിറ്റി. ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ഈക്വൽ ടു എം എൽ റേസ് ടു -3 എന്ന് പറഞ്ഞാൽ അതാണ് ഡയമെൻഷൻ ഇക്വേഷൻ. സിമിലർലി വി ക്യാൻ റൈറ്റ് ദി ഡയമെൻഷൻ ഓഫ് സ്പീഡ്. നമ്മൾ എഴുതി സ്പീഡ് എന്നുള്ളതും വെലോസിറ്റി എന്നുള്ളതും നമ്മൾ ഏകദേശം ഒരേ അർത്ഥത്തിലാണ് സാധാരണ ഡെയിലി യൂസ് ചെയ്യാറുള്ളത്. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ ഡിഫറൻസുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എഗെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, displacement by time. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് ഒരു ലെങ്ത് ആണ് ഡിവൈഡഡ് ബൈ ടൈം ക്യാപിറ്റൽ ടി. അപ്പോൾ എൽ ഈ ക്യാപിറ്റൽ ടി മുകളിലേക്ക് വരുമ്പോൾ ടി റേസ് ടു -1. വെറും ടി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടി റേസ് ടു 1 ആണ്. അതിന് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ടി റേസ് ടു -1. നെക്സ്റ്റ് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ് ഫോർമുല? വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിൻ്റെ നമുക്കറിയാം അല്ലേ, എൽ ടി റേസ് ടു -1 ആണ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇടാതെ. ചില ബുക്സിലൊക്കെ നമുക്ക് വെറും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് ഡയമെൻഷൻസിനെ. അപ്പോൾ എൽ ടി റേസ് ടു -1 ബൈ ടി. ഈ ടീനെ വീണ്ടും മുകളിലേക്ക് എടുക്കുമ്പോൾ എൽ ടി റേസ് ടു -1, ഇത് താഴെയുള്ളത് മുകളിലേക്ക് വരുമ്പോൾ ടി റേസ് ടു -1 ആയി. ഇനി ഇത് രണ്ടും കൂടി എങ്ങനെ ചെയ്യുക? എൽ ടി റേസ് ടു -1ഉം പിന്നെ ഇൻറ്റു ടി റേസ് ടു -1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൽ ടി റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ അല്ലേ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1, ടി റേസ് ടു -1 പ്ലസ് -1, -1ഉം കൂടെ ആഡ് ചെയ്താൽ -2. സോ ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആക്സിലറേഷൻ ഈസ് എൽ ടി റേസ് ടു -2. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ ബൈ ഹാർട്ടായിട്ട്. വെലോസിറ്റി എൽ ടി റേസ് ടു -1 ആണ്, ആക്സിലറേഷൻ എൽ ടി റേസ് ടു -2. ഇനി ഫോഴ്സ് ആക്സിലറേഷൻ എഴുതി കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് എഴുതുമ്പോൾ മാസിന് നമുക്ക് ക്യാപിറ്റൽ എം, ആക്സിലറേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എന്താണത്? എൽ ടി റേസ് ടു -2. Okay, now we can write the dimensional formula of work. Work done അല്ലെങ്കിൽ എനർജി അല്ലേ. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അപ്പോൾ അത് രണ്ടിനും ഒരേ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ്. എന്താണ് വർക്കിൻ്റെ ഫോർമുല? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ്. So we have to write the dimensional formula of വർക്ക്. ദാറ്റ് ഈസ് ഫോഴ്സിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ തന്നെയാണ് അല്ലേ. അപ്പോൾ അത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് ഡൺ. ദെൻ വി ക്യാൻ റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ. പവർ എന്ന് പറഞ്ഞാൽ എത്ര പവർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്യും, അതാണ് ഒരു മെഷീൻ്റെ പവർ. സോ പവർ ഈസ് വർക്ക് ഡൺ ബൈ ടൈം. സോ ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ എന്ന് പറയുന്നത് ആദ്യം നമുക്കിത് എഴുതാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് എം എൽ സ്ക്വയർ ടി റേസ് ടു -2
ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് അത് ഡയമെൻഷൻ തന്നെയാണ് കേട്ടോ. ഡിവൈഡഡ് ബൈ ടൈം. ഇനി താഴെയുള്ള ടൈം മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെന്താവും? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. ഇത് താഴത്തെ ടി റേസ് ടു 1 ഉള്ളത് മുകളിലേക്ക് വരുമ്പോൾ ടി റേസ് ടു മൈനസ് 1 ആവും. ഇനി ടി റേസ് ടു മൈനസ് 2ഉം ടി റേസ് ടു മൈനസ് 1ഉം കൂടി ചെയ്താൽ -2 പ്ലസ് -1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -3. സോ ദ പവർ, ഇവിടുത്തെ ടി എന്നുള്ളതിൻ്റെ പവർ ടി റേസ് ടു -3 ആണ്. സോ ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് പവർ ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു -3. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ ഓരോ ക്വാണ്ടിറ്റീസ് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ നോക്കി പോവാം. നിങ്ങൾക്ക് ഫോർമുല അറിയണമെങ്കിൽ ഇപ്പോൾ പ്രഷർ ആണെന്ന് വിചാരിക്കുക. പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ. പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ ആദ്യം എഴുതി ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഇറ്റ് ഈസ് എൽ സ്ക്വയർ. ഇനി ഇതിനെ എം അങ്ങനെ തന്നെ എഴുതി. ഈ എൽ സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ എൽ റേസ് ടു -2 ആവും. അപ്പോൾ എൽ റേസ് ടു 1ഉം പിന്നെ -2ഉം. then there is again t raised to -2. so we have m l raised to 1 minus 2 is -1, then t raised to -2. so this is the dimensional formula of pressure. ഫോർമുല ആദ്യം എഴുതി ആ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എഴുതി കഴിഞ്ഞാൽ we will get the dimension formula. Okay.